ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നുള്ള ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യം വായിക്കുന്നു. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. ദൈവം അയച്ചിട്ട് എന്ന പദം എന്നെ വളരെ ചിന്തിപ്പിച്ചു. ദൈവം ഒരാളെ അയക്കുവാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഏത് ജനറേഷനും ദൈവം ഒരാളെ മറ്റൊരു സ്ഥലത്തേക്ക് അയക്കും. അത് ദൈവത്തിൻ്റെ ഒരു യുണീക്നെസ് ആണ്. അത് ദൈവത്തിൻ്റെ ഒരു കമ്പാഷനാണ്. നാം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നാം നോക്കുമ്പോൾ, മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് ദൈവം അനുതപിച്ചു. എല്ലാ മനുഷ്യരും ദൈവത്തെ ദുഃഖിപ്പിച്ചപ്പോൾ ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായി. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഗോഡ് ഫൗണ്ട് എ ഫേവർ ഇൻ എ മാൻ. ഹിസ് നെയിം ഈസ് നോവ. ഗോഡ് ചോസ് നോവ ടു ഗോ ടു ദ പീപ്പിൾ ആൻഡ് പ്രീച്ച് ദ ഗുഡ് ന്യൂസ്. ദൈവത്തിൻ്റെ ഗുഡ് ന്യൂസ് പ്രസംഗിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് നോഹയാണ്. അക്കാലത്തെ പോലെ ഇന്നും ലോകം വഷളത്തു നിറഞ്ഞിരിക്കുകയാണ്. ഇന്നും മനുഷ്യനെ കൊണ്ട് ദൈവം അനുതപിക്കുന്നു. ബട്ട് മൈ ക്വസ്റ്റ്യൻ ഈസ്, ആർ യു ആൻഡ് മീ ഗോഡ് ഫൈൻഡ് എ ഫേവർ? അങ്ങനെയെങ്കിൽ ദൈവം നമ്മളിൽ, എന്നിലോ നിന്നിലോ ദൈവത്തിൻ്റെ ഫേവർ കണ്ടെത്തുമെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ഒരു മിഷനും ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമ്മെ അയക്കാൻ ആഗ്രഹിക്കുന്നു. ബട്ട് ദ ക്വസ്റ്റ്യൻ സ്റ്റിൽ റിമൈനിങ്, ആർ മീ ആൻഡ് യു ഗോഡ് ഫൈൻഡ് എ ഫേവർ? അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ അയക്കും. ബട്ട് ദാറ്റ് ഈസ് ഹിസ് യുണീക്നെസ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമകളാണ്. അവർ മിസ്രൈമിൽ ദീർഘകാലങ്ങൾ അടിമത്വത്തിൽ, ഏതാണ്ട് 400 വർഷക്കാലം അടിമത്വത്തിൽ. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം യഹോവയോട് നിലവിളിച്ചു. ആ സമയത്ത് ദൈവം ഡിസൈഡ് എ മാൻ ടു സെൻഡ് ദെയർ. ഹിസ് നെയിം വാസ് മോസസ്. വേദപുസ്തകം നാം വായിക്കുമ്പോൾ, മോശ താൻ വളർന്നപ്പോൾ ഇസ്രായേൽ ജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കാൻ താൻ തിരഞ്ഞെടുത്തു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം മോശയോട് പറഞ്ഞു, ഐ വിൽ സെൻഡ് യു. ഈ കാലഘട്ടത്തിലും ദൈവം അയക്കാൻ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. മലാക്കി പ്രവചനത്തിനും മത്തായിയുടെ സുവിശേഷത്തിനും ഇടയിൽ 400 വർഷക്കാലം നിശബ്ദകാലം. ദൈവത്തിനൊന്നും സംസാരിക്കാനില്ലാഞ്ഞിട്ടല്ല, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കാതില്ലാതെ 400 വർഷക്കാലം പോയിക്കൊണ്ടിരുന്നു. നാം വായിക്കുന്നു, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. ടു ബ്രേക്ക് ദ സൈലൻസ്, ടു ബ്രിങ് ദ വേർഡ് ഓഫ് ഗോഡ്. ഈ യോഹന്നാൻ സ്നാപകൻ്റെ മുൻകാലം പരിശോധിച്ചാൽ, യോഹന്നാൻ പെട്ടെന്ന് അങ്ങ് പ്രത്യക്ഷപ്പെടുകയല്ലായിരുന്നു. അവൻ മരുഭൂമിയിലായിരുന്നു. ഗോഡ് വാസ് പ്രിപ്പയറിങ് ഹിം. ആ പ്രിപ്പറേഷനിൽ റെഡിയായപ്പോൾ ദൈവം അയച്ചിട്ട് ആ യോഹന്നാൻ വന്നു. ദർ ഇസ് എ ടൈം ഫോർ പ്രിപ്പറേഷൻ. ദർ ഇസ് എ ടൈം ഫോർ ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇൻ ദ വിൽഡർനെസ്. പ്രിപ്പയർ ചെയ്യാൻ ഒരു സമയമുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് പുറത്തു വരണം. ദൈവശബ്ദം കേൾക്കാൻ നമുക്കൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. യോഹന്നാൻ അല്ലെങ്കിൽ ഒരുവൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്ന് എങ്ങനെ തിരിച്ചറിയാം? ദൈവത്തെ പ്രസാദിപ്പിക്കുക, മനുഷ്യനെ പ്രസാദിപ്പിക്കാതിരിക്കുക. അതായിരുന്നു യോഹന്നാനെ ദൈവം അയച്ചു എന്നതിൻ്റെ തെളിവ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ആരെയാണ് പ്രസാദിപ്പിക്കുന്നത്? യോഹന്നാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. സോ ഹി വാസ് ഫോക്കസ് ടു പ്ലീസിങ് ഗോഡ്. എഴുത്തുകാരനായ യോഹന്നാൻ ആവർത്തിച്ച് പറയുന്നു, യോഹന്നാൻ സ്നാപകൻ സാക്ഷ്യത്തിനായി വന്നിരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ഐ ആം നോട്ട് ദ ലൈറ്റ് ബട്ട് ഹീ ഈസ് ദ ലൈറ്റ്. ഐ ആം നോട്ട് ദ വേ ബട്ട് ഹീ ഈസ് ദ വേ. ഐ ആം നോട്ട് ദ ജീസസ് ബട്ട് ഹീ ഈസ് ദ ജീസസ്. എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നു, നിങ്ങൾ അവനെയാണ് അനുഗമിക്കേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാം വാക്യം വായിക്കുന്നു, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയോ? ഇല്ല. ജോൺ വാസ് കമ്മിറ്റഡ് ടു വിറ്റ്നസ് ഫോർ ദ ലോർഡ്. മറ്റുള്ളവരെ യേശുവിനെ സ്വീകരിക്കുകയോ തള്ളിക്കളയോ ചെയ്തോട്ടെ, ഈവൻ ദ സ്വന്തക്കാർ പോലും. ദ ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ആർ യു ഗോയിങ് ടു ഡു ഫോർ ദ ലോർഡ്? യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവർ, വാട്ട് ആർ യു ഗോയിങ് ടു ഡു? കഴിഞ്ഞ നാളുകളിൽ ദൈവം നമുക്ക് എല്ലാം നല്ലവനായിരുന്നു. നമുക്ക് വേണ്ടി അവനെല്ലാം ചെയ്തു. നമുക്ക് കർത്താവിന് വേണ്ടി ചില ചെയ്യാം എന്ന് തീരുമാനിക്കാം.
നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. കർത്താവ് എനിക്ക് വേണ്ടി അനേകം കാര്യങ്ങൾ ചെയ്തു. എന്നാൽ കർത്താവിന് വേണ്ടി അധികമൊന്നും ചെയ്യുവാൻ എനിക്ക് സാധിച്ചില്ല. ഇനിയുമെങ്കിലും കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാൻ നമുക്ക് തീരുമാനിക്കാം. അതിനാൽ ഈ വചനങ്ങൾ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.